എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മുടെ വിനായക ചതുർത്ഥിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പൊ നമ്മള് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, നമ്മൾ അതിന്റെ വീഡിയോ കിട്ടുകയാണെങ്കിൽ അല്ലേ അത് കൊണ്ടുപോകുന്നതോ അല്ലെങ്കിൽ അവിടുത്തെ പൂജയുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് അപ്ലോഡ് ആക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഇവിടെ വലിയ ഗണേശ് വിഗ്രഹം അല്ലെ വെച്ചേക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കാന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മള് ഇന്ന് പോയി അതെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ ഗണേശ് ചേട്ടാ. ഏകദേശം ഒന്ന് നമ്മള് വീഡിയോ എല്ലാം ആക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്കായിട്ട്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലെ. ഇവിടുത്തെ മുംബൈയിലെ എങ്ങനെയാണ് വീട്ടിൽ വെച്ചിട്ടുള്ള ആ ഒരു പൂജ എന്നും കാര്യങ്ങളും ഉള്ളതും കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മുടെ പുറത്ത് അല്ലെ സ്റ്റേജ് പക്ഷെ വലിയ കാര്യമായിട്ട് ഇപ്രാവശ്യം വെച്ചിട്ടില്ല കേട്ടോ. കൊറോണ കാലം ഇതാണ്. ഞാൻ കുറെ അടുത്ത് അന്വേഷിച്ചായിരുന്നു. അപ്പം ചെറിയ ഒന്ന് രണ്ട് ഇവിടുത്തെ മാർക്കറ്റിൽ മാത്രം മാർക്കറ്റിന്റെ ഒരു ഗണപതി മാത്രമേ ഉള്ളായിരുന്നുള്ളൂ ഇപ്രാവശ്യം. വേറെ വലിയ ലാർജ് സ്കെയിലിൽ വെച്ചിട്ടില്ല. ഒത്തിരി വലിയ ഗണപതി ചെയ്തിട്ട് ഇല്ലാട്ടോ ഒരുപാടില്ല. കാരണം ഒരുപാട് അല്ലെ ഇത് കുറെ നടന്നപ്പിനാണ് എനിക്ക് അതിന്റെ തന്നെ കിട്ടിയത്. അപ്പൊ ജസ്റ്റ് കിട്ടിയ രീതിയിലൊരു കുഞ്ഞു വീഡിയോ എടുത്താണ്. പിന്നെ ഇവിടുത്തെ വീടുകളിലെ ആളുകൾ എങ്ങനെയാണ് അതിന്റെ ആരതിയും കാര്യങ്ങളും ചെയ്യുന്നതെന്നുള്ളതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലെ. ഗണപതി നമ്മുടെ മാർക്കറ്റ് വെച്ചിരിക്കുന്ന ഗണപതിയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഒരു സ്റ്റേജ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇവർ ഇതിനെ വെച്ചേക്കുന്നത്. നമ്മൾ എന്താ പറയാ ഇന്നലെ കാണിച്ച പോലെ തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി വലിപ്പത്തിൽ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ, അതായത് ആ ഒരു ഏരിയയിലുള്ള ആളുകൾ ഫുള്ളായിട്ട് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഗണപതിയാണ് ഇത്. എന്താ പറയാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോൺസേർഡ് ഒക്കെ ആയിരിക്കും ഒരുപാട് രാഷ്ട്രീയക്കാരുടെ ഒക്കെ അങ്ങനെയൊക്കെ സ്പോൺസർ ചെയ്യുന്നുണ്ട്. അതുപോലെ അവിടെ മാർക്കറ്റിൽ എത്ര ആളുകളാണ് കൂടിയാണ് ബിസിനസ് ചെയ്യുന്നത് അവിടെയുള്ള കടക്കാരെല്ലാം കൂടി പിരിവെടുത്തിട്ട് അവർ മൊത്തത്തിൽ ഒരു ഗണപതി അങ്ങനെയാണ് വെക്കുന്നത്. അപ്പൊ ആ ഗണപതിനെ വെച്ച് നമുക്കൊക്കെ ആർക്ക് വെള്ളം പോയി തൊഴുവും. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, മധുരപലഹാരങ്ങൾ ഒക്കെ നമുക്ക് ഈ ഗണപതിക്ക് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതാണ് ഇതിപ്പം 7 ദിവസത്തേക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഗണപതിയാണ്. എന്താ പറയാ അപ്പൊ ഈ 7 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ ഇതുപോലെ വലിയ ലോറിക്കകത്തൊക്കെ കയറ്റിക്കൊണ്ട് പോയി ഡാൻസ് ഒക്കെ കളിച്ച് അതുപോലെ തന്നെ മറ്റേ ഈ പടക്കമൊക്കെ അല്ലെ കളർഫുൾ ആയിട്ടുള്ള ഇതൊക്കെയാണ് കേട്ടോ. നല്ല രസമാണ് അത് കണ്ടിരിക്കാൻ തന്നെ. ഇപ്പോൾ ഒത്തിരി ഒന്ന് കുറഞ്ഞാൽ പോലും അവർ മാക്സിമം നല്ല രീതിയിൽ എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഗണപതിയുടെ വിശേഷങ്ങൾ അല്ലേ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ഷോർട്ട്സ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കി എടുത്തേക്കുന്നത് നമ്മുടെ വീടിൻ്റെ അപ്പുറം ഇന്നലെ വെച്ചിരുന്ന ആ ഒരു ഗണപതിയുടെ വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ച് നമ്മുടെ അപ്പുറത്ത് ആൻറ്റി വെച്ചിരുന്ന ഗണപതിയുടെ ആ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവരിപ്പോൾ ആരതി ഒഴിയാണ്. ഈ ആരതി ഒഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഈ ഗണപതിയെ കൊണ്ട് പുഴയിൽ കൊണ്ട് ഒഴുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് മുമ്പുള്ള ഒരു ആരതിയാണ് കേട്ടോ ഇത്. ആരതി കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റും കൂടി അവരവിടെ ഇരിക്കും. അതിന് ശേഷമാണ് ഈ ഗണപതിനെ കൊണ്ടുപോയി ഒഴുക്കാൻ പോകുന്നത്. ഈ ഗണപതിനെ കൊണ്ടുപോയി ഒഴുക്കിയത് ആൻറ്റിയും അങ്കിളും മോനും മാത്രമാണ് കേട്ടോ പോയത്. സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളും പോകും. കുറേ പേര് ഡാൻസ് ഒക്കെ ചെയ്ത് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ പാട്ടൊക്കെ പാടി അങ്ങനെയാണ് പോകുന്നത്. പക്ഷേ ഈ ഒരു കോവിഡ് ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ കാരണം എല്ലാവരും കൂടി അങ്ങനെയൊന്നും പോകുന്നില്ല. പകരം അവിടെ ആൻറ്റി അങ്കിളും മോനും മാത്രം കാറിൽ കൊണ്ടുപോയി ഒഴുക്കാണ് കേട്ടോ ചെയ്തത്. അപ്പൊ ഇത് ഉണ്ടായിരുന്നുള്ള ഒരു കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. നമുക്ക് ലാസ്റ്റ് അവരത് കൊണ്ടുപോകുന്ന ആ ഒരു പാർട്ട് കിട്ടിയില്ല അല്ലെ വിനേഷ് ചേട്ടാ. കാരണം പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ പൊടിക്കുഞ്ഞ് ഭയങ്കര കരച്ചിലായി. പിന്നെ നമുക്ക് മഴ കാരണം അവര് എന്താ പറയാ പുഴയിലാണ് ഇത് കൊണ്ടുപോയി ഒഴുക്കണം. നമ്മുടെ ഇവിടെ കുറച്ച് ദൂരം അല്ലെ ഒരു പുഴയിലാണ് ഒഴുക്കുന്നത്. അപ്പൊ നമ്മള് പുഴയുടെ അങ്ങോട്ടേക്ക് പോകാൻ നോക്കിട്ട് പിന്നെ പൊടിമോൻ അങ്ങോട്ട് മൊത്തത്തെ അലമ്പായി. മഴയൊക്കെ പെയ്യുമ്പോൾ ആൾക്ക് പോകാൻ പറ്റാത്തതിന്റെ ദേഷ്യവും വഴക്കും എല്ലാം കൂടെ ആയിട്ട് മൊത്തത്തിൽ അലമ്പായി. പിന്നെ നമ്മൾ തിരിച്ചിങ്ങ് പോകുന്നു. അപ്പോൾ അത് ഒഴുക്കണം കാണിക്കാൻ പറ്റിയില്ല. ദൈവം അനുഭവിച്ച് നമുക്ക് നെക്സ്റ്റ് ഇയർ അല്ലേ പറ്റുകയാണെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ആ ഒരു ഇതും കൂടി നമുക്ക് അല്ലേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ വീഡിയോ അന്ന് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എന്താ പറയുക ഇപ്പം ഇത്രയും തന്നെ കിട്ടിയതിന് ഭയങ്കര സന്തോഷമാണ്. എന്താ വീഡിയോ അല്ലേ എല്ലാവർക്കും മുംബൈയിലെ ആ ഒരു ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിനായക ചതുർത്ഥി ആഘോഷം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കും. അപ്പോൾ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പിന്നെ അടുത്തൊരു അടിപൊളി വീഡിയോ ഞങ്ങൾ വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.